സുമേ, സുമേ, മക്കളെ എല്ലാരും ഇതെവിടെ പോയി? ഇനി വന്നേ, ഇതാരാ വന്നിരിക്കണം നോക്കിയേ. അയ്യോ, ഇതാരാ? അമ്മയോ? എന്താ അമ്മ ഒരു മുന്നറിയിപ്പുമില്ലാതെ? അമ്മ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അച്ഛമ്മ വന്നോ? അച്ഛമ്മ, എത്ര നാളെ അച്ഛമ്മയെ കണ്ടിട്ട്? അച്ഛമ്മ, സുഖാണ് അച്ഛമ്മ? എന്റെ സുഖമൊക്കെ നിങ്ങൾ ഞാൻ ഇവിടെ വരുമ്പോ അന്വേഷിച്ചാ മതി. പരീക്ഷ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത്രയും ദിവസമായില്ലേ, നിങ്ങൾക്കൊക്കെ അങ്ങോട്ട് വരാൻ തോന്നിയോ? അയ്യോ അമ്മേ, ഇവരുടെ പരീക്ഷ കഴിഞ്ഞിട്ട് 2 ദിവസമേ ആയുള്ളൂ. ഞങ്ങൾ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. പരീക്ഷ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നിങ്ങൾ വരുമെന്നോർത്തു, വന്നില്ല. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വരുമെന്നോർത്തു, എന്നിട്ടും വന്നില്ല. എനിക്ക് കൊച്ചുമക്കളെ കാണാൻ കൊതിയായിട്ടേ ഞാൻ ഇവൻ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതാ. അമ്മ അകത്തോട്ടേക്ക് വാ, അവിടെ ഇരിക്കാം. ഞാൻ പോയിട്ട് ചായ എടുക്കാം. എനിക്ക് തീരെ വയ്യ. ഇവിടം വരെ വരുമ്പോഴത്തേക്കും വിഷമിച്ചു. നല്ല കാലുവേദനയുണ്ട്. അമ്മ അകത്തെ കാര്യം റെസ്റ്റ് എടുക്ക്. കാലുവേദനയൊക്കെ മാറിയിട്ട് ഇവിടെ നിന്നും പോയാൽ മതി. നാളെ ഞാൻ അമ്മയെ ആയുർവേദശാലയിലേക്കൊന്ന് കൊണ്ടുപോകാം. അവിടെ പോയി അമ്മയുടെ കാല് നല്ലോണം മരുന്നിട്ട് തിരുമിയാലേ കാലുവേദനക്ക് നല്ല കുറവുണ്ടാകും. എന്നെ വൈദ്യന്റെ അടുത്ത് കൊണ്ടുപോകുന്നതിന് മുന്നേ നീ ഒന്ന് ആദ്യം പോ. എന്തൊരു കോലാടാ ഇത്! നിനക്കിവിടെ തിന്നാനൊന്നും ഉണ്ടാക്കി തരുന്നില്ലേ? അയ്യോ, എങ്ങനെ ഇരുന്ന ചെക്കനാ. അത് നമുക്ക് കുറെ നാൾ കൂടിയിട്ട് എന്നെ കാണുന്നത് കൊണ്ട് തോന്നുന്നതാ. സുമേ, അമ്മക്ക് വേണ്ട റൂമൊക്കെ നീ ഒന്ന് സെറ്റാക്കി കൊടുക്കണേ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ശരി ചേട്ടാ. അയ്യോ, രണ്ടിന്റെ കോലം കാണുന്നില്ലേ? നിങ്ങൾക്ക് ഇവിടെ തിന്നാനൊന്നും ഉണ്ടാക്കി തരുന്നില്ലേ? അതെങ്ങനെയാ? വായിക്ക് രുചിയുള്ള വല്ലതും വെച്ച് കൊടുത്താലല്ലേ കുട്ടികൾ കഴിക്കൂ. ഞങ്ങൾക്ക് വേണ്ടതൊക്കെ ഇവിടെ തിന്നാൻ ഉണ്ടാക്കാറുണ്ട്. അതെ, ഞങ്ങൾക്ക് ഒരു ക്ഷീണമില്ല. അമ്മ ഞങ്ങൾക്ക് നല്ല അടിപൊളി ഫുഡാണ് ഉണ്ടാക്കി തരാറുള്ളത്. അതെ, പിന്നെ ഞങ്ങൾ അംഗൻവാടി പോയിട്ട് നോക്കിയപ്പോഴേ വെയിറ്റ് ഒക്കെ കറക്റ്റ് ആണെന്നല്ലോ അവിടുത്തെ അംഗൻവാടി ടീച്ചർ പറഞ്ഞത്. പിന്നെ ഒരു അംഗൻവാടി ടീച്ചർക്ക് എന്തറിയാം? 10 വെട്ട് എന്റെ അത്ര അറിവൊന്നും അവർക്കില്ലല്ലോ. കുട്ടികളായാലേ ഉരുണ്ട് തടിച്ചിരിക്കണം, അതാണ് ആരോഗ്യം. ഇനി നമുക്ക് ചായ കുടിച്ചിട്ട് സംസാരിക്കാം. മക്കളെ, അച്ഛമ്മയുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് റൂമിൽ വെക്കൂട്ടോ. ഞാനേ ചായ എടുത്തിട്ട് വരാം. കുഞ്ഞാറ്റെ, അച്ഛമ്മ നല്ല ദേഷ്യത്തിലാണല്ലോ വന്നിരിക്കുന്നത്. അച്ഛമ്മക്ക് എന്ത് പറ്റി? അത് ഞാനും ശ്രദ്ധിച്ചു. വന്നപ്പോ മുതൽ അമ്മേനെ ഓരോന്ന് പറയാ. ചിലപ്പോ നമ്മൾ അച്ഛമ്മയുടെ വീട്ടിൽ പോയിട്ട് കുറേ ദിവസമായില്ലേ, അതുകൊണ്ടുള്ള ദേഷ്യമായിരിക്കും. അതാണ് ദേഷ്യമാണെങ്കിൽ നമ്മൾ എല്ലാവരോടും ആ ദേഷ്യം കാണിക്കണ്ടേ? അച്ഛമ്മക്ക് അച്ഛനോടും നമ്മളോടും ദേഷ്യമില്ലല്ലോ. നമ്മുടെ അമ്മയുടെ മാത്രമല്ല ദേഷ്യമുള്ളത്. ഇനി ഞാൻ എന്റെ അമ്മയോട് ദേഷ്യപ്പെട്ടാലേ അച്ഛമ്മേനെ ഞാൻ ശരിയാക്കും. നീ എന്ത് ചെയ്യാനാ? അതൊക്കെ ഉണ്ട്, നീ നോക്കിക്കോ. എനിക്ക് അച്ഛമ്മേനെ വലിയ ഇഷ്ടാ. അതുപോലെ തന്നെ എനിക്ക് എന്റെ അമ്മയും വലിയ ഇഷ്ടാ. അമ്മയെ വഴക്ക് പറയുന്ന കേട്ടാലേ ഞാൻ സഹിക്കൂല. എനിക്ക് മനസ്സിലായി, നീ എന്തോ പണിയൊപ്പിക്കാനുള്ള പുറപ്പാടാണല്ലേ. നീ കണ്ടോ അത്? മക്കളെ, ഫുഡ് കഴിക്കാൻ വരൂ. അച്ഛമ്മേ ഞങ്ങളുടെ കൂടെ കിടക്കണം കേട്ടോ. അത് ശരിയാ. എന്നിട്ട് അച്ഛമ്മ എനിക്ക് ആ യക്ഷിയുടെ കഥ പറഞ്ഞു തരണം. എന്നിട്ടെന്തിനാ രാത്രി കിടന്ന് പേടിക്കാനാണോ? ചോദിച്ച് കേൾക്കാൻ പറ്റിയൊരു കഥ. അല്ലെങ്കിൽ ഞാൻ മക്കളുടെ കൂടെയാ കിടക്കുന്നത്. എന്നിട്ടേ ഞാൻ കഥയൊക്കെ പറഞ്ഞു തരും. പക്ഷേ അത് യക്ഷിയുടെ കഥയല്ല, വേറൊരു കഥ അച്ഛമ്മ പറഞ്ഞു തരാട്ടോ. ആദ്യം നിങ്ങൾ ഭക്ഷണം കഴിക്കും, എന്നിട്ടാവാം നമുക്ക് കഥ പറച്ചിലും ഉറക്കുമൊക്കെ. എടി സുമേ, നീ ഇരിക്കുന്നില്ലേ? ആദ്യം നിങ്ങൾ എല്ലാരും കഴിക്കും ചേട്ടാ, എന്നിട്ട് ഞാൻ ഇരുന്നോളാം. അല്ല, ഇതെന്തോരം വിഭവങ്ങളാ ഇവിടെ. എന്നും ഇങ്ങനെ തന്നെയാണോ ഇവിടെ? എന്റെ ദൈവമേ, ഇതൊക്കെ ഞാനേ അമ്മ വരുന്നത് കൊണ്ട് സ്പെഷ്യലായിട്ട് വാങ്ങിയതാ. എന്നും ഇത്ര വിഭവങ്ങളൊന്നും ഇവിടെ ഉണ്ടാക്കാറില്ല. എനിക്കെന്തിനാ ഇത്രയും വിഭവം? ഒരു ചമ്മന്തി അരച്ചാലും ഞാൻ കഴിക്കും. അല്ല, ടേബിളിൽ നിർത്തി വെച്ചാൽ മാത്രം മതിയോ? ഇതൊന്നും വായിൽ വെക്കാൻ കൊള്ളില്ലല്ലോ. അയ്യോ അമ്മേ, ഏത് കറിയാ? എന്ത് പറ്റി? അമ്മക്ക് ഇഷ്ടായില്ലേ ഇതൊന്നും? എല്ലാ കറിയും ഞാൻ കഴിച്ചു നോക്കിയല്ലോ, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ശരിയാ, എനിക്ക് നല്ല രുചി തോന്നിയല്ലോ. പിന്നെ അച്ഛനൊക്കെ എന്ത് പറ്റി? എന്നും ഇതൊക്കെ കഴിച്ച് നിങ്ങളുടെ നാവിൽ നല്ല രുചി ഏതാ ചീത്ത രുചി ഏതാന്ന് അറിയോ? ഇല്ല, അതാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. നിനക്കെന്താടാ തോന്നിയത്? ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ? അതമ്മേ, ഞാനിതൊക്കെ എന്നും കഴിക്കുന്നതല്ലേ, എനിക്കിതൊക്കെ ഇഷ്ടപ്പെട്ടു. ദാ അമ്മ ഇതൊന്ന് കഴിച്ചു നോക്ക്. അത് രുചിയുണ്ടായിട്ടൊന്നുമല്ല, വിശക്കുമ്പോ വയറ് നിറക്കണ്ടേ, അതുകൊണ്ട് കുടിച്ചു. എന്നാലും രുചിയില്ലാത്ത സാധനം ഇങ്ങനെയൊക്കെ തിന്നാൻ പറ്റോ? കുഞ്ഞാവേ, വേണ്ടാതിരിക്കേ. ആഹാരം കഴിക്കുമ്പോൾ സംസാരം വേണ്ട. എല്ലാരും കഴിച്ചു കഴിഞ്ഞെങ്കിൽ സംസാരിക്കാം. എന്റെ ദൈവമേ. മോളെ, നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കിക്കോളാട്ടോ. അതെങ്കിലും എനിക്ക് രുചിയായിട്ടൊന്ന് കഴിക്കണം. ഞാനൊന്ന് കിടക്കട്ടെ. മക്കളെ, നിങ്ങൾ അങ്ങോട്ടേക്ക് വന്നോട്ടോ. ചേട്ടാ, അമ്മയ്ക്ക് ഇതൊന്നും ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. എന്ത് പറ്റി? നീ അതൊന്നും കാര്യാക്കണ്ട. വെക്കേഷനായിട്ട് അമ്മയുടെ അടുത്ത് പോകാത്തതിന്റെ കലി തീർക്കുക. അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. എന്നിട്ട് ആ കലി എന്താ അച്ഛൻ്റെ അടുത്ത് തീർക്കാത്തത്? അതെ, അമ്മയുടെ അടുത്ത് മാത്രമല്ലല്ലോ ആ കലി. അച്ഛമ്മക്ക് പ്രായമായതല്ലേ, നിങ്ങൾ അത് വിട്ടുകള. നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് അച്ഛമ്മയടുത്ത് ചെല്ലാൻ നോക്ക്. എന്നിട്ട് അവിടെ കിടന്നോ. അച്ഛമ്മ നല്ല കഥകളൊക്കെ പറഞ്ഞു തരും.
ശരി അച്ഛാ. അയ്യോ കുഞ്ഞാറ്റ, ഇതേ അച്ഛമ്മ ഉറങ്ങി. നമ്മുടെ അമ്മേനെ കുറ്റം പറഞ്ഞിട്ട് കിടന്നുറങ്ങുക. കഥ മാത്രം നമുക്ക് പറഞ്ഞു തന്നില്ല. ശരിയാ നീ പറഞ്ഞത്. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അച്ഛമ്മ എന്തൊക്കെ അമ്മേനെ പറഞ്ഞു. അച്ഛമ്മക്ക് വേണ്ടിട്ട് അമ്മ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാ കറികളൊക്കെ. എന്നിട്ടും അമ്മ പറഞ്ഞത് കേട്ടില്ലേ, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണ്ടാന്ന്. എന്തായാലും വാ, നമുക്ക് കിടക്കാം. എനിക്ക് ഉറക്കം വരുന്നില്ലല്ലോ. നീ യക്ഷിയുടെ കഥ ഓർമ്മിപ്പിക്കണ്ടായിരുന്നു. ഞാനത് മറന്നു തുടങ്ങുമായിരുന്നു. നീ അത് കറക്റ്റ് സമയത്ത് തന്നെ ഓർമ്മിപ്പിച്ചല്ലേ. എന്തായാലും ഇന്ന് പേടിക്കണ്ട, അച്ഛമ്മ ഉണ്ടല്ലോ നമ്മുടെ കൂടെ. അച്ഛമ്മ നിന്റെ സൈഡിലോട്ടല്ലേ തിരിഞ്ഞെടുക്കുന്നത്, അതുകൊണ്ട് പ്രേതം വന്ന് എന്നെ പിടിക്കുക. അച്ഛമ്മ ഇങ്ങോട്ട് തിരിഞ്ഞെടുക്ക അച്ഛമ്മ. അച്ഛമ്മ ഇങ്ങോട്ട് തിരിഞ്ഞെടുക്ക അച്ഛമ്മ. അയ്യോ അച്ഛമ്മ, അങ്ങോട്ട് തിരിഞ്ഞെടുക്കില്ല അച്ഛമ്മ. ഇങ്ങോട്ട് തിരിഞ്ഞെടുക്ക അച്ഛമ്മ. അങ്ങോട്ട് തിരിഞ്ഞെടുക്കില്ല അച്ഛമ്മ. അയ്യോ ഇങ്ങോട്ട് തിരിഞ്ഞെടുക്ക അച്ഛമ്മ. ഇങ്ങോട്ട് തിരിഞ്ഞെടുക്ക അച്ഛമ്മ. പ്ലീസ് അച്ഛമ്മ ഇങ്ങോട്ട് തിരിഞ്ഞെടുക്ക്. യക്ഷി ഇങ്ങോട്ടേക്കാ വരിക. അയ്യോ അങ്ങോട്ട് തിരിഞ്ഞെടുക്കല്ല, ഇങ്ങോട്ടേക്ക് തിരിഞ്ഞെടുക്ക്. നിർത്തിക്കോ രണ്ടും കൂടെ. കുറെ നേരമായി അച്ചാമ്മ അങ്ങോട്ട് അച്ചാമ്മ ഇങ്ങോട്ട്. അയ്യോ ഇതെന്താ എനിക്ക് കിടക്കണ്ടേ? അത് പിന്നെ യക്ഷി വരില്ലേ, അത് എന്റെ നേരെ തിരിഞ്ഞെടുക്കാൻ പറഞ്ഞത്. ആഹാ അത് കൊള്ളാലോ. അപ്പൊ യക്ഷി എന്നെ കടിച്ചോട്ടെന്നാണോ? അച്ഛമ്മ എനിക്ക് യക്ഷിയെ പേടിയാണ്, അതുകൊണ്ട് അച്ഛമ്മ എന്റെ അടുത്ത് തന്നെ തിരിഞ്ഞെടുക്കണം. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിഞ്ഞെടുക്കാൻ വയ്യ. എന്റെ കാലും മേലും ഒക്കെ വേദനിക്കുന്നുണ്ട്. എന്നെ ഒന്ന് കിടത്തോ? അച്ഛമ്മയുടെ ആളെ കിടക്കണ്ടെന്ന് പറഞ്ഞത്. അച്ഛമ്മ എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കണം. അയ്യോ നല്ലൊരു ഭക്ഷണമോ തന്നില്ല. എന്നെ കിടക്കാമെന്ന് വെച്ചാലോ അതിന് നിങ്ങൾ സമ്മതിക്കില്ല. എന്ത് ഭക്ഷണം തന്നില്ലെന്നോ? അതെന്താ അച്ഛമ്മ അങ്ങനെ പറഞ്ഞത്? അച്ഛമ്മക്ക് നല്ല ഭക്ഷണം തന്നെ അമ്മ ഉണ്ടാക്കി തന്നത്. എന്തിനാ ഇങ്ങനെ പറയുന്നത്? അത് ശരിയാ, നല്ല ഫുഡായിരുന്നു. അച്ഛമ്മ എന്തിനാ അമ്മ ഇങ്ങനെ കുറ്റം പറയുന്നത്? കുറ്റമോ? ആര് പറഞ്ഞു? നിന്റെ അമ്മയ്ക്ക് ആര് കുറ്റം പറഞ്ഞെന്ന്? ആഹാ ഇത് കൊള്ളാലോ. ഇങ്ങനെയാണോ മൂത്തവരോട് പെരുമാറുന്നത്? അതാണ് രാത്രി യക്ഷിയുടെ കാര്യമൊക്കെ ഓർത്ത് പേടിക്കുന്നത്. അച്ഛമ്മയെ കണ്ടിട്ടാ ഞങ്ങൾ ഇതൊക്കെ പഠിക്കുന്നത്. അച്ഛമ്മ അമ്മയോട് അങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ അച്ഛമ്മയോട് ഞങ്ങളും ഇങ്ങനെയൊക്കെ പെരുമാറും. ഓ എന്റെ ദൈവമേ, ഈ കാന്താരികൾ ഇതെന്തൊക്കെയാ ഈ പറയണത്? ഞാൻ ഈ കുട്ടികളുടെ മുന്നിൽ വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത് മോശമായി പോയി. ശരി ശരി, ഇനി ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. നമുക്കെനി കിടക്കാം. നിങ്ങൾ രണ്ടുപേരും എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നോളാം. എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കാൻ പാടില്ല. എന്താ, സമ്മതിച്ചോ? സമ്മതിച്ചു. അതെ ഞാൻ സമ്മതിച്ചു. നല്ല കുട്ടികൾ. എങ്കിൽ വാ നമുക്ക് കിടക്കാം.